അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അള്ളാഹു നമ്മുടെ ഇരുത്തം നാളെ മരണപ്പെട്ട് അവൻ്റെ മുന്നിലെത്തുമ്പോൾ നമുക്ക് അനുകൂലമായി വിധി പറയുന്ന നിമിഷങ്ങളിൽ എഴുതി ചേർക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ സൂറ ഹശ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 23 ആയത്തുകളാണ് നമ്മൾ ഇതുവരെ കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ലാസ്റ്റ് ആയത്തായിരിക്കും 24ാമത്തെ ആയത്ത്. ഇതുവരെയുള്ള ആയത്തുകളിൽ പ്രധാനമായും അള്ളാഹുവിൻ്റെ നിയന്ത്രണം, അള്ളാഹുക്ക് ഈ ലോകത്തിലും നമ്മളെ ജീവിതത്തിലുമുള്ള നിയന്ത്രണത്തെക്കുറിച്ചാണ് ഈ സൂറത്തിൻ്റെ ഒരു പ്രധാന വിഷയം. അത് പറഞ്ഞ് പിന്നെ കഴിഞ്ഞ 2 ആയത്തുകളായിട്ട് അള്ളാഹുവിൻ്റെ നാമങ്ങളെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. എന്ന് വെച്ചാൽ അള്ളാഹിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. അതിൽ 16 നാമങ്ങളാണ് അസ്മാഉൽ ഹുസ്ന എന്ന് നമ്മൾ പറയുന്ന 16 നാമങ്ങളാണ് അതിലുള്ളത്. കഴിഞ്ഞ 2 ആയത്തിൽ, ആദ്യത്തെ ആയത്തിൽ അറിവിൻ്റെയും കാരുണ്യത്തിൻ്റെയും തലമായിരുന്നു നമ്മൾ പഠിച്ചത്. നിങ്ങൾ ഓർമ്മ ഉണ്ടാവും, അൽ അലീം റഹീം എന്നുള്ളത്. കഴിഞ്ഞ ആയത്തിൽ അധികാരത്തിൻ്റെ തലമായിരുന്നു. അതിൽ നമ്മൾ പിന്നെ കുറേ പേരുകൾ, അധികാരമുള്ളപ്പോൾ തന്നെ എത്രത്തോളം മാനുഷികമാണ് അള്ളാഹിൻ്റെ അധികാരം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇന്നത്തെ ആയത്ത് പിന്നെ സൃഷ്ടിപ്പിൻ്റെ തലമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിലേക്ക് ആയത്തിലേക്ക് വരുമ്പം നമുക്കത് മനസ്സിലാവും. ആയത്ത് നോക്കിയാൽ 24ാമത്തെ ആയത്ത് സൂറ ഹശ്ർ. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്നാണ് ആയത്ത്. ഹുവല്ലാ, അള്ളാഹു ആകുന്നു, അവൻ അള്ളാഹു ആകുന്നു. അൽ ഖാലിഖ്, ഖലക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഖലക്ക് സൃഷ്ടിക്കലാണ്. നമ്മൾ മലയാളം തഫ്സീർ നോക്കിയാൽ സൃഷ്ടിപ്പ് എന്നാണ് കാണുക. ഖലക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള അർത്ഥം അളന്ന് മുറിക്കുക എന്നൊരർത്ഥമുണ്ട്. ഒരു കാര്യം അളന്ന് മുറിക്കുക, ഒന്നിൽ നിന്ന് മറ്റൊന്നിനെ ഉണ്ടാക്കുക എന്നതൊക്കെ ഖലക്ക് എന്ന പദത്തിന് വരുന്ന അർത്ഥമാണ്. അതേപോലെ തന്നെ മിനുസപ്പെടുത്തുക. മിനുസപ്പെടുത്തുക എന്ന് വെച്ചാൽ എന്താണ്? മിനുസപ്പെടുത്തുക എന്ന് വെച്ചാൽ അതിൻ്റെ എല്ലാ പിന്നെ അരികും ഇതൊക്കെ വെട്ടി കൃത്യമാക്കി ബാലൻസ് ആക്കി ഇതാക്കുന്നതിനെയാണ് മിനുസപ്പെടുത്തുക എന്ന് പറയാം. അപ്പോൾ അള്ളാഹു അൽ ഖാലിഖാണ് എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിക്കുന്നവനാണ്, സൃഷ്ടിപ്പ് നടത്തുന്നവനാണ്. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ അർത്ഥത്തിൽ വരും. എന്ന് വെച്ചാൽ അള്ളാഹു അളന്ന് മുറിച്ച് മിനുസപ്പെടുത്തി കൃത്യതയോടുകൂടി സൃഷ്ടിക്കുന്നവനാണ്. രണ്ടാമത് അള്ളാഹുവിൻ്റെ പേര് അൽ ബാരി എന്നാണ്. അൽ ബാരി എന്ന പേര് വരുന്നത് ശരിക്കും ആ പദത്തിൻ്റെ അർത്ഥം ഒന്നിനെ ഒന്നിൽ നിന്നും വേർതിരിക്കുക എന്നുള്ളത്, സെപ്പറേറ്റ് ചെയ്യുക എന്ന അർത്ഥമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുക എന്ന അർത്ഥവും അതിനുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒന്നിനെ ഒന്നിൽ നിന്നും വേർതിരിക്കുക എന്നതിനെക്കുറിച്ച് പിന്നെ എന്താണ് സൃഷ്ടിപ്പിൽ അതുമായിട്ടുള്ള ബന്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാതരം കുറവുകളിൽ നിന്നും എല്ലാതരം പിന്നെ എന്താ പറയുക പിന്നെ മോശ കാര്യങ്ങളിൽ നിന്നും സൃഷ്ടിപ്പിനെ പിന്നെ അത്രയും പ്യുവറായിട്ട് സൃഷ്ടിക്കുക എന്ന അർത്ഥമാണ് അൽ ബാരി. അതേപോലെ തന്നെ ഒന്നുമില്ലായ്മയിൽ നിന്നും ഉണ്ടാക്കുക. പിന്നെ അള്ളാഹു പഠിപ്പിക്കുന്ന പേര് അൽ മുസവ്വിർ എന്നാണ്. അൽ മുസവ്വിർ. സൂറ എന്ന് പറയുന്നത് നമ്മുടെ ആകാരമാണ്, ഷെയ്പ്പാണ്. മുസവ്വിർ എന്ന് പറഞ്ഞാൽ ആകാരം തരുന്നവനാണ്, ഷെയ്പ്പ് തരുന്നവനാണ്. എന്താണ് ഷെയ്പ്പ് എന്ന് പറഞ്ഞാൽ? ആകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ മറ്റൊരാളിൽ നിന്നും നമ്മുടെ കണ്ണുകൾ കൊണ്ട് വ്യത്യസ്തപ്പെടുത്താൻ കഴിയുന്നതാണ് ഒരാളുടെ ആകാരം എന്ന് പറയുന്നത്. ഇപ്പം ഈ റൂമിന് ഒരു ഷെയ്പ്പ് ഉണ്ട്, നമുക്കൊരു ഷെയ്പ്പ് ഉണ്ട്. അള്ളാഹു രൂപം നൽകുന്നവനാണ്, അതാണ് അൽ മുസവ്വിർ എന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു അൽ ഖാലിഖാണ്, അൽ ബാരി ആണ്, അൽ മുസവ്വിർ ആണ്. എന്നിട്ട് പിന്നെ ആയത്ത് പറയുന്നത് ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവനാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും നല്ല ശ്രേഷ്ഠമായ നാമങ്ങൾ അവനുള്ളതാണ്. യുസബ്ബിഹു ലഹു മാഫിസ് സമാവാതി വൽ അർള്. യുസബ്ബിഹു, സബ്ബഹ എന്ന് പറയുന്നത് നമ്മൾ സുബ്ഹാനല്ലാഹ് പറയുന്നതാണ്. എന്ന് വെച്ചാൽ അള്ളാഹു പരിപൂർണനാണ് എന്നതാണ് സബ്ബഹ എന്ന് പറഞ്ഞാൽ. അള്ളാഹു പരിപൂർണനാണ് എന്ന് നമ്മൾ സ്തുതിക്കുന്നതാണ് സുബ്ഹാനല്ലാഹ്. അപ്പൊ യുസബ്ബിഹു ലഹു, അവനെ സ്തുതിക്കുന്നു. ആരാണ് സ്തുതിക്കുന്നത്? നമ്മൾ മാത്രമല്ല. മാഫിസ് സമാവാതി വൽ അർള്, ആകാശങ്ങളിലും ഭൂമിയിലുള്ള എല്ലാ സൃഷ്ടിപ്പുകളും എന്ത് ചെയ്യുന്നു? അവനെന്ത് ചെയ്യുന്നു? സ്തുതിക്കുന്നു. ഭയങ്കര പ്രയോഗമാണ്. വഹുവൽ അസീസുൽ ഹക്കീം, 2 പേരും കൂടി പറയാണ്. എന്താണ്? അവൻ അൽ അസീസ് ആണ്. അസീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. എന്താണ്? മറികടക്കാനും തോൽപ്പിക്കാനും കഴിയാത്ത ശക്തിയാണ്. അൽ ഹക്കീം എന്ന് പറയുന്നത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ വിസ്ഡമാണ്, വിവേകം.
ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നിനെ പിടിച്ചു വെക്കലാണ് ശരിക്ക് ഹുക്മ് എന്ന് പറയുന്നത്. എന്തിനെയാണ് നമ്മൾ പിടിച്ചു വെക്കുന്നത്? നമുക്ക് കുറേ ചിന്തകൾ വരുമ്പം അതിനെ പിടിച്ചു വെച്ച് ശരിയായ രീതിയിൽ ഉപയോഗിക്കുന്നതിനെയാണ് വിവേകം എന്ന് പറയാം, അല്ലേ? നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്ത വരും, അതിനെ പിടിച്ചു വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് അതിനെന്ത് പറയുക? വിവേകം. അതിനാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്. അള്ളാഹു എന്താണ്? അൽ ഹക്കീമാണ് എന്നാണ്. അപ്പം ഇവിടെ വിഷയം പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ തലമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ അള്ളാഹിൻ്റെ അറിവിൻ്റെ തലം പഠിപ്പിച്ചു. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഇതിൻ്റെ ഓർഡർ വളരെ പ്രധാനമാണ്. അള്ളാഹിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹിൻ്റെ അറിവാണ്, പിന്നെ അവൻ്റെ കാരുണ്യമാണ്, പിന്നെ അവൻ്റെ അധികാരമാണ്, പിന്നെയാണ് എന്ത് പഠിക്കുന്നത്? അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പഠിക്കുന്നത്. എന്തുകൊണ്ടാണ് അള്ളാഹുവിടെ 3 സവിശേഷതകൾ പറയുന്നത്? അള്ളാഹു സൃഷ്ടിക്കുന്നവനാണെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ അങ്ങനെയല്ല അള്ളാഹ് പറയുന്നത്. സൃഷ്ടിപ്പിൻ്റെ 3 തലങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഖുർആൻ്റെ ഒരു ശൈലിയാണ്. ഖുർആന് യഥാർത്ഥത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കുമ്പം രണ്ട് തരത്തിൽ അത് അവതരിപ്പിക്കും. അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ് എന്നത് ഖുർആൻ്റെ ഒരു വിഷയമാണ്. അള്ളാഹ്ക്ക് എല്ലാം എളുപ്പമാണ്, എന്തും ചെയ്യാൻ കഴിയും. അതേസമയം തന്നെ അള്ളാഹ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു സിസ്റ്റം ഉണ്ട്, ഒരു ഘടനയുണ്ട്, ഒരു കൃത്യമായിട്ട് ഓരോ ഇതായിട്ടാണ് ചെയ്യുന്നത് എന്നതും പറയും. അതിനൊരു ഉദാഹരണമാണ് പിന്നെ ഈ ആയത്ത്. അള്ളാഹു, നിങ്ങൾ ഖുർആനിൽ നോക്കിയാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ മതി. ഇത് ഖുർആന്റെ ഒരു ആശയമാണ്. ഇദാ ഖളാ അംറൻ ഫഇന്നമാ യഖൂലു ലഹു കുൻ ഫയക്കുൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹ്ക്ക് എളുപ്പമാണ്. അള്ളാഹ്ക്ക് ഒരു കാര്യം ഉണ്ടാകണം എന്ന് വിചാരിച്ചാൽ അത് ഉണ്ടാകും. അതാണ് കുൻ ഫയക്കുൻ. ഇത് അള്ളാഹിനെ കുറിച്ച് നമുക്കൊരു അറിവാണ് തരുന്നത്. അതേസമയം തന്നെ ഖുർആൻ നിരന്തരം പറയുന്ന ഒരു കാര്യം, എല്ലാത്തിനും ഒരു ഓർഡർ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹുവിടെ 3 നാമങ്ങൾ പഠിപ്പിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിപ്പിൽ ഒരു സിസ്റ്റം ഉണ്ട്, ഒരു വ്യവസ്ഥയുണ്ട് എന്ന് പറയാനാണ്. ഈ 3 നാമങ്ങളും ഒരുമിച്ച് പ്രയോഗിക്കുമ്പം ശരിക്ക് ഖലഖയാണ് എല്ലാത്തിനെയും കവർ ചെയ്യുന്ന നാമം. ഖലഖ എന്ന് പറഞ്ഞാൽ തന്നെ ഇതെല്ലാം അതിലുണ്ട്. ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് പറഞ്ഞാൽ അങ്ങനെ 3 ഒരുമിച്ച് പ്രയോഗിക്കുമ്പം ഖലഖ എന്ന് പറയുന്നത് സൃഷ്ടിപ്പിനുള്ള പ്ലാനിൻ്റെ സ്റ്റേജാണ്. ഒരു സൃഷ്ടിക്കാൻ വേണ്ടി എല്ലാം ആസൂത്രണം ചെയ്യുന്ന സ്റ്റേജാണ്. ബാരി എന്ന് പറയുന്നത് ആ പ്ലാന് നടപ്പിലാക്കുന്ന സ്റ്റേജാണ് ബാരി. മുസവ്വിർ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ സൃഷ്ടിക്കുന്നതിന് രൂപം നൽകുന്ന സ്റ്റേജാണ്. അപ്പോൾ നമുക്കിത് വായിക്കുമ്പം, അള്ളാഹിനെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓടുന്നൊരു സാധനം, സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് വളരെ ലളിതമായിട്ടുള്ളൊരു പ്രക്രിയയല്ല. ലളിതമാണ് ആർക്ക്? അള്ളാഹ്ക്ക്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളത് ആലോചിക്കുമ്പം അതിന് വളരെ കൃത്യമായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. സൃഷ്ടിപ്പ് ലളിതമായിട്ടുള്ള ഒരു കാര്യമല്ല. സൃഷ്ടാവ് എന്ന് നമ്മൾ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കും. നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ് അള്ളാഹു സൃഷ്ടാവാണ്, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നത് നമ്മൾ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കും. പക്ഷെ സൃഷ്ടിപ്പാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രക്രിയയെക്കുറിച്ചാണ് നമ്മൾ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത്. എന്താണ് സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജനിച്ച് നമുക്കിവിടെ ജീവിക്കാൻ പാകത്തിലുള്ള അന്തരീക്ഷം കൂടി ഇവിടെ ഉണ്ടാക്കി എന്നാണ്. വെറുതെ സൃഷ്ടിക്കല്ല, നമ്മളിവിടെ ഉണ്ട്, നമ്മളിവിടെ ജീവിക്കാൻ പാകത്തിലാണ് നമ്മളെ സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കണ്ണുകൾ സൃഷ്ടിച്ചത് നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റുന്ന വേവ് ലെങ്ത് കൂടിയുള്ള കാര്യങ്ങളുള്ളതാണ്. ഇവിടുത്തെ പ്രകാശം നമ്മുടെ കണ്ണുകൾക്ക് താങ്ങാൻ കഴിയുന്നതാണ്. ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം. നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചുറ്റിലും നോക്കുമ്പോൾ ഒരു ആപ്പിൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ ആപ്പിൾ നമ്മൾ കടിക്കുമ്പം അത് നമ്മുടെ ശരീരം ഡൈജസ്റ്റ് ആകുന്നു എന്നുള്ളത് നമ്മളെ സൃഷ്ടിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വയറും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമും ആ ആപ്പിളും എല്ലാം ഒരേപോലെ ആകുമ്പോഴേ അത് സാധ്യമാവുള്ളൂ. ഈ ഭൂമിയെ കുറിച്ച് തന്നെ പറയുന്നത്, ഈ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അളവ്, ഇത് നമ്മൾ ചിലപ്പോൾ കുറേ കേട്ടതായിരിക്കും, പക്ഷെ ഒന്ന് ഇരുന്ന് ആലോചിച്ചാൽ എത്രത്തോളം അത്ഭുതമാണ് എന്ന് മനസ്സിലാവും. സൂര്യനും ഈ ഭൂമിയും തമ്മിലുള്ള അളവ് കുറച്ചും കൂടി അടുക്കുകയായിരുന്നെങ്കിൽ
നമ്മൾ ചൂടെടുത്ത് വെന്ത് മരിച്ചു പോയേനെ, കുറേ അകന്നു പോയനെങ്കിൽ നമ്മൾ ഫ്രോസൺ ആയി പോയേനെ, നമ്മളാകെ ഐസായി പോയേനെ. ആരാണ് ഈ അളവ് കൃത്യപ്പെടുത്തിയത് എന്നത് ചോദ്യമാണ്. അപ്പൊ സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പഠിപ്പിക്കുന്ന സൂറ ബഖറയിൽ കുറേ ആയത്തുകളുണ്ട്. സൂറ ബഖറയിൽ 21-ാമത്തെ ആയത്തിൽ അള്ളാഹു ആദ്യം പറയുന്നത്, നമ്മൾ ചിലപ്പോൾ ഇത് നിരന്തരം ഓദ്യ ആയത്തായിരിക്കും, യാ യുഹൻ നാസ്. അപ്പൊ ആരോടാ പറയുന്നത്? മനുഷ്യരോടാണ്. യാ യുഹൻ നാസ്, അല്ലയോ മനുഷ്യരെ, അഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ റബ്ബിനെ അനുസരിക്കണം. എന്തുകൊണ്ടാണ്? അല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അത് മതി. കാരണം നിങ്ങളെ സൃഷ്ടിച്ചു എന്നത് തന്നെ മതി എന്ത്? അവനെ അനുസരിക്കാൻ. എന്നിട്ട് അള്ളാഹു പറയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാഷ, അല്ലദീ ജഅല ലക്കുമുൽ അർള എന്നാണ്. നിങ്ങൾക്ക് വേണ്ടി അവൻ എന്ത് ചെയ്തു? അർള്, ഈ ഭൂമിയെ സജ്ജീകരിച്ചു എന്നാണ്. അപ്പൊ നമുക്ക് പാകത്തിലാണ്, നമുക്ക് നടക്കാൻ പാകത്തിലാണ്, നമുക്ക് കിടക്കാൻ പാകത്തിലാണ്, നമുക്ക് ജീവിക്കാൻ പാകത്തിലാണ്. ഫിറാഷൻ, ഫിറാഷൻ എന്ന് പറഞ്ഞാൽ ഭൂമിയെ ഒരു മെത്തയാക്കി എന്നാണ്. പലപ്പോഴും പിന്നെ ചില യുക്തിവാദി സർക്കിളിൽ നിന്നുകൊണ്ട് ഖുർആനെതിരെ വിമർശനം പറയുന്നത് ഭൂമി എങ്ങനെയാണ് മെത്ത എന്ന് പറയുന്നത്, ഇത് അറിവില്ലാണ്ട് പറയാണ്, ഭൂമിന്റെ ആകാരം അങ്ങനെയല്ലല്ലോ എന്ന് പറയും. ഇതെന്തിനാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്? നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നും നമുക്ക് ഫീൽ ചെയ്യുന്നത് ഭൂമി ഒരു മെത്തയായിട്ടാണ്. ഭൂമിയുടെ ഷേപ്പിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, നമുക്ക് വേണ്ടി ഭൂമി ഒരു മെത്തയാക്കി എന്നാണ് അള്ളാഹു അവിടെ പറയുന്നത്. വസ്സമാഅ ബിനാഅൻ, ആകാശത്തെ ഒരു മേൽപ്പുരയാക്കി. എല്ലാതരം പിന്നെ നമുക്ക് ഹാനികരമാകുന്ന റേസിനെയൊക്കെ തടഞ്ഞുകൊണ്ട് ഒരു മേൽപ്പുരയാക്കി. വസ്സമാഅ ബിനാഅൻ വ അൻസല മിനസ്സമാഇ മാഅൻ, നമുക്ക് വേണ്ടി എന്ത് ചെയ്തു? ആകാശത്ത് നിന്ന് അവൻ വെള്ളം ഇറക്കി. എല്ലാം നിങ്ങൾ നോക്കി നോക്കുക. ഇനി വെള്ളത്തെ കുറിച്ച് ഖുർആൻ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്, ബി ഖദരിൻ എന്ന് പറയുന്നുണ്ട്. മഴ പെയ്യുന്നത് ഒരു കണക്കനുസരിച്ചിട്ടാണ്, വളരെ കൃത്യമാണ്. ആ വെള്ളത്തിന്റെ ഭാരം നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുന്നതിലും ഭാരിച്ചതായിരുന്നെങ്കിൽ ഒരു മഴത്തുള്ളി പോലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓരോന്നും അളന്നു മുറിച്ചിട്ടാണ്. ആരാണ് ഇത് അളന്നു മുറിച്ചത് എന്ന ചോദ്യം മാത്രം മതി അള്ളാഹനെ നമുക്ക് അറിയാൻ. ഇതിൽ ഓരോ വിഷയവും ഇപ്പൊ ഇവിടെ ഖത്തറിൽ ഇപ്പം വല്ലാണ്ട് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മലിക്ക റൂഹി എന്ന് പറഞ്ഞൊരു കുഞ്ഞുമോളെ പിന്നെ ചികിത്സയുമായി ബന്ധപ്പെട്ട വലിയ 17 കോടിയോളം വരുന്നൊരു മരുന്നിനെ കുറിച്ചാണ്. പിന്നെ ഇപ്പം ഭയങ്കരമായിട്ട് ഇവിടെ വലിയ എല്ലാ സംഘടനകളും പിന്നെ ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന് പിരിവ് നടത്തുകയാണ്. അതിനെക്കുറിച്ച് ജസ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മനുഷ്യൻ്റെ ശരീരത്തിൽ ഏകദേശം 20,000 ജീനുകളുണ്ട്. 20,000 ജീനിൽ അതിൽ ഒരു ജീൻ SMN എന്ന് പറഞ്ഞിട്ട് ഒരു ജീന് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് 17 കോടിയുടെ ഒരു മരുന്ന് ആവശ്യം വരുന്നത്. ഒരു ജീന്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നിയന്ത്രണത്തിലാവുമ്പോൾ നമ്മൾ ഇതൊന്നും ആലോചിക്കില്ല. നിയന്ത്രണം ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുക. വളരെ സ്വാഭാവികമായി ഒരു മനുഷ്യൻ ജനിച്ചിട്ട് എല്ലാ ശരീരത്തിലെ ജീനും വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ മസിൽ പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്. അതിലൊന്ന് നിന്ന് പോകുമ്പം അതിന് വേണ്ടിയിട്ടുള്ള പണിയെക്കുറിച്ചാണ് എന്ത് ചെയ്യുന്നത് നമ്മളിതിന്. പിന്നെ പഠിച്ചോൻ ആ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസം കൊടുക്കട്ടെ. പക്ഷെ നമ്മുടെ വിഷയം ഒരു വിശ്വാസി എന്ന നിലക്ക്, ഒരു മനുഷ്യൻ എന്ന നിലക്ക്, ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലക്ക് എങ്ങനെയാണ് വളരെ സ്വാഭാവികമായിട്ട് ഈ ജീനുകൾ വർക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചിലപ്പം എന്ത് ചെയ്യും, ഒരു ജീന് വർക്ക് ചെയ്യാത്തൊരു നിമിഷം ചിലപ്പോൾ നമുക്ക് വരേണ്ടി വരും എന്നുള്ളത് കാണാൻ കഴിയും. സൂറ യാസീനിൽ നമ്മൾ ചിലപ്പോൾ കാണാതെ ഓതുന്ന ആയത്താണ്. സൂറ യാസീനിലെ 39-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് സുന്ദരമായിട്ടുള്ള ആയത്താണ്. ഓരോ ആയത്തും സുന്ദരമാണ്. ഈ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കുക. വശംസു തജ്രി ലി മുസ്തഖർരിൻ ലഹാ എന്നാണ്. സൂര്യൻ അതിന് സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാനത്തേക്ക് സഞ്ചരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാറില്ല. സൂര്യൻ എന്ത് ചെയ്യുന്നു? നമ്മളൊന്നും ശ്രദ്ധിക്കാതെ തന്നെ കൃത്യമായിട്ട് ഒരു പ്രത്യേക അളവിൽ ചലിക്കുന്നു. എന്നിട്ട് അള്ളാഹ് പറയാണ് ദാലിക തഖ്ദീർ, അതെന്താണ്? എൻ്റെ കണക്കാണ്. അൽ അസീസുൽ അലീം, അസീസും അലീമുമായ പടച്ചവന്റെ കണക്കാണ്. വൽ ഖമറ ഖദ്ദർനാഹു മനാസില ഹത്താ ആദകൽ ഉർജൂനിൽ ഖദീം. ചന്ദ്രൻ എന്ത് ചെയ്യുന്നു? ചില ഘട്ടങ്ങൾ നാം നിശ്ചയിച്ചിരിക്കുന്നു. ഖുർആന്റെ ഭാഷാ ശൈലിയുടെ ഒരു പ്രത്യേകത, ഓരോന്ന് പറയുമ്പോഴും അതിൻ്റെ ചെറിയ അറബിയിലെ പ്രയോഗത്തിലൂടെ അള്ളാഹനെ നമുക്ക് പ്രൂവ് ചെയ്ത് തരും. ഇവിടെ ചന്ദ്രന് കുറേ ഘട്ടങ്ങൾ ഉണ്ട് എന്നല്ല പറയുന്നത്, ചന്ദ്രന് നാം കുറേ ഘട്ടങ്ങൾ നിശ്ചയിച്ചു എന്നാണ് അവിടെ പറയുന്നത്. എന്നിട്ടൊരു പ്രയോഗമുണ്ട്,
ലശംസു യംബഗി ലഹ അൻ തുദ്രിക്കൽ ഖമർ വലൽ ലൈലു സാബിഖുൻ നഹാർ. ഇതിലൊരു സാധനവും മറ്റൊന്നിനെ മറികടക്കുകയില്ല. എല്ലാത്തിനും കൃത്യമാണ്. സൂര്യൻ ചന്ദ്രനെയോ രാത്രി പകലിനെയോ എന്ത് ചെയ്യൂല, മറികടക്കൂല എന്ന് പറയുന്നത് എത്ര ശാസ്ത്രീയമായിട്ടുള്ള അള്ളാഹിനെ കുറിച്ച്. അപ്പം അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പം ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. ഇതിൽ ഓരോന്നും നമ്മുടെ മനസ്സിൽ വരണം. ഖുറാനിലെ പിന്നെ സൂറ മുർസലാത്തിലൊരു പ്രയോഗമുണ്ട്. നമ്മുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ പിന്നെ തുടക്കത്തിലെ സ്റ്റേജ് ശുക്ലം, പിന്നെ തുച്ഛമായ ഒരു വിലയുമില്ലാത്ത ഒരു ദ്രാവകത്തെ കുറിച്ച് അള്ളാഹു പറയുന്നത് അലം നഖ്ലുക്കും മിമ്മാ ഇൻ മഹീൻ, നിങ്ങളെ ഞാൻ വളരെ തുച്ഛമായ ഒരു ദ്രാവകത്തിൽ നിന്നുണ്ടാക്കിയില്ലേ എന്നിട്ടുള്ള പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഫജഅൽനാഹു ഫീ ഖറാറിൻ മക്കീൻ എന്നാണ്. അതിനെ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്ത് നാം നിക്ഷേപിച്ചു എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ദ്രാവകത്തെ അതിൻ്റെ കറക്റ്റ് ടെമ്പറേച്ചറിൽ കറക്റ്റ് അതിന് മുന്നോട്ട് വളരാൻ കഴിയുന്ന രീതിയിലുള്ള മക്കാൻ, ഖറാറിൻ മക്കീൻ, ഒരു സ്ഥലത്ത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലെ അന്തരീക്ഷം നമുക്ക് വളരാൻ പാകത്തിലാണ് എന്നുള്ളത് അൽ ഖാലിഖ് ആരാണ് എന്നുള്ളതിനെ കുറിച്ച് പഠിപ്പിച്ചിരുന്നു. ഇത് സൃഷ്ടിപ്പിൻ്റെ ഒരു ഭാഗം. ഇനി നമ്മൾ അധികം ചിന്തിക്കാത്ത ഖുർആൻ പറയുന്നൊരു കാര്യമാണ്, അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന അതേ അള്ളാഹു തന്നെ അള്ളാഹു മനുഷ്യൻ്റെ വികാരങ്ങളെ സൃഷ്ടിച്ചു എന്നും പഠിപ്പിക്കുന്നുണ്ട്. ഇത് നമ്മൾ ആലോചിക്കാറില്ല. നമ്മളിലെ സ്നേഹം അതൊരു അത്ഭുതമാണ്. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ഒരാളോട് സ്നേഹം വരുന്നത്? നമ്മളിലെ കോപം, നമ്മളിലെ ആർദ്രത, നമ്മളിലെ കനിവ്, ഇത് നമ്മൾ ചെറുപ്പം മുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫീലിംഗ് ഇല്ലാത്ത ഒരാളെ കാണുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. ഇത് അള്ളാഹു സൃഷ്ടിച്ചതാണ് എന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. സൂറ റൂമിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് അസ്വാജ് ഉണ്ടാക്കി. റൂമിൽ മാത്രമല്ല വേറെയും ആയത്തുകളുണ്ട്. നിങ്ങൾക്ക് ഇണകളെ ഞാൻ സൃഷ്ടിച്ചു, ലി തസ്കുനു, സമാധാനം നിങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ. ഓരോന്നും അത്ഭുതമാണ്. എങ്ങനെയാണ് പിന്നെ രണ്ട് സൃഷ്ടികൾ തമ്മിൽ ഇടപെടുമ്പോൾ സമാധാനം എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാകാം. എന്നിട്ട് അള്ളാഹു പറയാണ് മവദ്ദത്തൻ വ റഹ്മ, നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹു ഇട്ട് തന്നു എന്ത്? മവദ്ദ, പ്രണയവും, റഹ്മ, കാരുണ്യവും. ഈ രണ്ട് ഫീലിങ്ങും അള്ളാഹിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഭാഗമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി സൂറ തഗാബുൽ, ഇത് നമ്മൾ ചിന്തിക്കാത്തൊരു പോയിന്റാണ്. അള്ളാഹ് പഠിപ്പിക്കുന്നത് ഹുവല്ലദീ ഖലഖക്കും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അതേ പ്രയോഗമാണ്. ഫമിൻകും കാഫിറും വമിൻകും മുഅ്മിൻ, നിങ്ങളിൽ എന്തുണ്ട്? കുഫ്ർ ചെയ്യുന്നവരും ഉണ്ടാകും, നിങ്ങളിൽ എന്തുണ്ട്? വിശ്വസിക്കുന്നവരും ഉണ്ടാവും. അള്ളാഹു ആണ് നമ്മളിൽ ചോയ്സ് സൃഷ്ടിച്ചത് എന്നാണ്. നമുക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. നമ്മൾ ഇതെപ്പോഴാണ് അല്ലെങ്കിൽ ഒരു ജയിലിലായി പോകുമ്പം സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പോകുമ്പോഴേ നമുക്ക് ഇത് മനസ്സിലാവുള്ളൂ. നമുക്ക് ചിന്തിക്കാനും ചൂസ് ചെയ്യാനും കഴിയുക എന്നുള്ളത് തന്നെ എന്താണ്? വലിയ അത്ഭുതമാണ്. അത് അള്ളാഹു നമ്മുടെ ഉള്ളിൽ. ഇതില്ലാത്ത സൃഷ്ടിപ്പുകളുണ്ട്, നമുക്ക് ചുറ്റും തന്നെ ചോയ്സ് ഇല്ലാത്ത സൃഷ്ടിപ്പുകളുണ്ട്. നമുക്ക് എന്തുണ്ട്? ചോയ്സ് ഉണ്ട്. ആ ചോയ്സ് ഉണ്ട് എന്നുള്ളത് തന്നെ എന്താണ്? വലിയ അത്ഭുതമാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഇനി നമ്മൾ ആയത്തിലേക്ക് തിരിച്ചു വന്നാൽ അള്ളാഹു പഠിപ്പിക്കുന്ന പിന്നെ ബാരിഅ് കഴിഞ്ഞാൽ, ഈ ബാരിഅ് എന്നുള്ള അള്ളാഹിൻ്റെ പേര് ഖുറാനിൽ 2 സ്ഥലത്തേ ഉള്ളൂ. ഇതിനും പിന്നെ ഉള്ളത് സൂറ ബഖറയിൽ പിന്നെ ബനു ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പ്രയോഗമാണ്. പിന്നെ അള്ളാഹു പഠിപ്പിക്കുന്നത് അൽ മുസവ്വിർ എന്നാണ്, നമുക്ക് രൂപം നൽകിയവൻ എന്നുള്ളത്, രൂപം നൽകുക എന്നുള്ളത്. രൂപം നൽകി എന്നുള്ളതും മറ്റൊരു അത്ഭുതമാണ്. ഇതിനെക്കുറിച്ച് തന്നെ വേണം ഒരു ക്ലാസ് എടുക്കാം. നമുക്കൊരു രൂപം നൽകി എന്നുള്ളത് ഒരു അത്ഭുതമാണ്. നമുക്ക് ജീവിക്കാൻ പാകത്തിനുള്ള രൂപം നൽകി എന്നുള്ളത് മറ്റൊരു അത്ഭുതമാണ്. നമ്മുടെ ഓരോ ഷേപ്പിലെ ഓരോന്നും ആലോചിച്ചാൽ അതിനെക്കുറിച്ച് മനസ്സിലാവും. സൂറ ഗാഫിറിൽ അള്ളാഹു മനുഷ്യൻ്റെ രൂപത്തെ അവൻ്റെ മറ്റാവശ്യങ്ങളുടെ കൂടെ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ അർള ഖറാറൻ വസ്സമാഅ ബിനാഅൻ, അള്ളാഹു എന്ത് ചെയ്തു? അർളിനെ നമുക്ക് ജീവിക്കാൻ പാകത്തിലാക്കി, ആകാശത്തെ ജീവിക്കാൻ പാകത്തിലാക്കി എന്ന് പറഞ്ഞതിനോടൊപ്പം അള്ളാഹ് പറയുന്നു വസവ്വറക്കും, നിങ്ങൾക്ക് എന്ത് ചെയ്തു? നിങ്ങൾക്ക് അവൻ രൂപം നൽകി എന്ന് പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഇതാണ് ഖാലിഖ്, അൽ ഖലഖ, അള്ളാഹു സൃഷ്ടാവാണ് എന്നുള്ളത്. ഇനി ഈ സൃഷ്ടാവാണ് അള്ളാഹു എന്നത് നമുക്ക് എന്താണ് പാഠം നൽകുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റാണ് വരുത്തേണ്ടത് എന്നാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷയം. ഖുർആനിലെ അസ്മാഉൽ ഹുസ്ന, അള്ളാഹിന്റെ പേരുകളൊക്കെ അള്ളാഹ് പഠിപ്പിക്കുന്നത് അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പവും അതിനപ്പുറവും
നമുക്ക് നമ്മളെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ഖുർആൻ അൽ ഖാലിഖ് എന്നുള്ള പദം പഠിപ്പിക്കുന്നത് എന്ന്? അൽ ഖാലിഖ്, ഖലഖ എന്നുള്ള പദങ്ങൾ നിങ്ങൾ ഖുർആനിൽ മൊത്തം അന്വേഷിച്ചാൽ അതിൽ കുറേ കാര്യങ്ങൾ കിട്ടും. 3 കാര്യങ്ങൾ മാത്രം പറയാം. ഒന്നാമത്, അള്ളാഹു എന്തിനാണ് അവൻ നമ്മളെ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് എന്ന് കാണിച്ചാൽ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു തിരിച്ചറിവ് നൽകാനാണ്. ഇത് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നത് ലളിതമായ കാര്യമല്ല. നമ്മുടെ മൊത്തം ചിന്ത മാറ്റും. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന് വെച്ചാൽ നമ്മൾ സ്വയം വന്നവരല്ല. നമുക്കിതൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. നമ്മളെ ഒരു ശക്തി സൃഷ്ടിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന ആളും അല്ലാതെ ചിന്തിക്കുന്ന ആളും നിലപാടെടുക്കുന്നത് രണ്ടാണ്. അപ്പം നമ്മളെ സൃഷ്ടിച്ചവരാണ് എന്ന ബോധം നമ്മളിൽ തരാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് വന്നത് പറയുന്നത് എന്ന് ഖുർആനിൽ കാണാൻ കഴിയും. അപ്പൊ സൃഷ്ടാവിനെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ആദ്യം ഉണ്ടാകുക നിസ്സാരതയാണ് ഉണ്ടാകുക. അതുകൊണ്ടാണ് ഖുർആൻ നിരന്തരം നിങ്ങളെ വളരെ തുച്ഛമായ മ്ലേച്ഛമായ ഒരു ദ്രാവകത്തിൽ നിന്നാണ് ഉണ്ടാക്കിയത് എന്ന് നിരന്തരം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളൊന്നുമല്ലായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഇതില് പിന്നെ സൂറ അറാഫിൽ അള്ളാഹു പറയുന്നത് അലാ ലഹുൽ ഖൽഖു വൽ അംർ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സൃഷ്ടിച്ചവനാണ് അനുസരിപ്പിക്കാൻ അല്ലെങ്കിൽ നിയമം തരാനുള്ള അധികാരം. അപ്പൊ കൃത്യമാണ്, നമ്മളെ ഒരാൾ സൃഷ്ടിച്ചതാണ്, നമ്മളെ ചോയ്സിൽ വന്നതല്ല എന്ന് നമ്മൾ പിന്നെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അന്വേഷിക്കുക, പിന്നെ നമ്മൾ എന്തിനാണ് വന്നത്, ആരാണ് നമ്മൾ ഉണ്ടാക്കിയത്, അയാളോടാണല്ലോ ചോദിക്കേണ്ടത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുകൊണ്ടാണ് അലാ ലഹുൽ ഖൽഖു വൽ അംർ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒന്ന് ആലോചിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. നമ്മൾ മനുഷ്യരുടെ ചിന്ത പലപ്പോഴും തുടങ്ങുന്നത് ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ വെച്ചുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇപ്പോൾ ഉള്ള അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലിയുണ്ട്, കാറൊക്കെ ഉണ്ട്, വീടുണ്ട്. ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മളിനി നഷ്ടത്തെക്കുറിച്ച് ആലോചിക്കുക. നമുക്ക് പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുമ്പം നമ്മൾ മുന്നേ ജോലി ഇല്ലാത്തവരായിരുന്നു എന്നത് നമ്മുടെ ചിന്തയിൽ വരില്ല. ഉള്ള ജോലി നഷ്ടപ്പെട്ടല്ലോ എന്ന ബേജാറാണ് വരിക. മുന്നേ ജോലി ഇല്ലാത്ത എനിക്ക് ഇപ്പം ജോലി കിട്ടിയത് അള്ളാന്റെ അനുഗ്രഹമാണെന്ന് ആലോചിച്ചാൽ ജോലി നഷ്ടപ്പെടുമ്പോൾ കുറച്ചും കൂടി സ്ട്രെസ് കുറയും. അപ്പം മുന്നേ ഉള്ള അവസ്ഥയേക്കാൾ ഉള്ള അവസ്ഥയെന്നാണ് നമ്മൾ ആലോചിക്കുക. അള്ളാഹ് നമ്മളെ കൊണ്ട് ആലോചിപ്പിക്കുന്നത് ആദ്യമുള്ള അവസ്ഥയിൽ നിന്നും തുടങ്ങാനാണ്. നമ്മൾ ഒന്നുമല്ലായിരുന്നു എന്നതിൽ നിന്ന് തുടങ്ങിയിട്ട് അവനാണ് ഉണ്ടാക്കിയത് എന്ന് തുടങ്ങുമ്പം നമ്മുടെ എല്ലാ ചിന്തയും എന്ത് ചെയ്യും, അത് അവിടെ നിന്ന് മാറുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു സൂഫി കഥയുണ്ട്, ഇത് പഠിപ്പിക്കുന്ന ഒരു സൂഫി കഥ. അതിൽ പിന്നെ ഒരു യജമാനനുണ്ട്, ഒരു അടിമയുണ്ട്. അപ്പോൾ യജമാനൻ എന്ത് ചെയ്യും, പെട്ടെന്ന് കുറേ കാലത്തേക്ക് വീട്ടിൽ നിന്നും പോവും, കുറേ കാലമായി വരാതെ. കുറച്ച് കഴിയുമ്പം അടിമ സ്വയം തന്നെ അവനാണ് യജമാനൻ എന്ന് മനസ്സിലാക്കും. ആദ്യം യജമാനനും അടിമയും ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവർ തമ്മിലുള്ളൊരു പെരുമാറ്റമുണ്ട്. യജമാനൻ കുറേ കാലം കഴിഞ്ഞ് പോയപ്പം അടിമ സ്വയം തന്നെ വിചാരിച്ചു എന്ത്, ഞാനാണിപ്പം യജമാനൻ. പിന്നെ യജമാനൻ എന്ത് ചെയ്യും, തിരിച്ചു വരും. അപ്പോൾ ഇയാളുടെ മൊത്തത്തിലുള്ള നിലപാടും ബിഹേവിയറൊക്കെ വേറെ തന്നെ ഒരാളാണ് പിന്നെ അവിടെ കാണുന്നത്. അപ്പൊ ഇതേ അവസ്ഥയാണ് പലപ്പോഴും ഇത് പഠിപ്പിക്കുന്നത്. ഈ സൂഫി കഥ പഠിപ്പിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തെ കുറിച്ച്. നമ്മൾ ഉള്ളെടുത്ത് കണ്ണും കാലും കയ്യുമൊക്കെ ഉള്ള ഞാൻ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്നതും കണ്ണും കാലും കയ്യുമൊക്കെ തന്ന അള്ളാഹുവിൻ്റെ അടിമയായ ഞാൻ എന്ന് ചിന്തിക്കുന്നത് എന്താണ്, രണ്ട് ചിന്തയാണ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ പിന്നെ ഒരു സൂഫി വാക്യത്തിൽ പറയുന്നത്, ഇത് ശ്രദ്ധിക്കട്ട, നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളതും നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിട്ടുള്ളതും അതനുസരിച്ചിട്ടുള്ള നമ്മുടെ ജീവിതവും തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ തടവറ എന്നുള്ളത്. ക്ലിയർ ആണോ പറയുന്നത്? എന്ന് വെച്ചാൽ നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിച്ചിരുന്ന കുറേ കാര്യമാണ്, ഞാൻ ആരാണ് എന്നുള്ളത്. നമ്മളൊരു റിയാലിറ്റി ഉണ്ട്, നമ്മൾ ശരിക്കും ഒന്നുമല്ല, ഒരു തലവേദനയിൽ തീരുന്നേ ഉള്ളൂ നമ്മൾ. ഇത് മനസ്സിലാക്കാതെ നമ്മളെക്കുറിച്ച് ചിന്തിച്ചിട്ട് കെട്ടിപ്പൊക്കിയൊരു സാധനമുണ്ട്. ഇത് തമ്മിലുള്ള ഒരു ഗ്യാപ്പാണ് നമുക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വല്ലാത്ത ഭാരവും തടവറയും എന്ന് പിന്നെ ഇതിൽ പറയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പം അൽ ഖാലിഖ് അള്ളാഹു സൃഷ്ടിച്ചവനാണ് എന്ന് അള്ളാഹ് പഠിപ്പിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വം തന്നെ മനസ്സിലാക്കി തരാനാണ്. ഇനി നിങ്ങൾക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങൾ ലോകത്തിലുള്ള
എന്ത് സംഭവം, എത്ര വലിയ അഹങ്കാരിയെയും എത്ര പണക്കാരനെയും എത്ര ഭയങ്കര ഫാസിസ്റ്റ് ശക്തിയെയും നോക്കിയാൽ നമുക്ക് നിസ്സാരത തോന്നും. കാരണം ഇവരൊന്നും എന്തല്ല, ഒന്നുമായിട്ട് വന്നവരല്ല, ഇവരെല്ലാം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് ചിന്തിക്കുമ്പം നമ്മളെ ഓരോന്നിനെ കാണുന്നതും എന്ത് ചെയ്യും, വ്യത്യസ്തമാണ്. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, ഖുർആൻ എന്തിനാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതാണ് പഠിപ്പിക്കുന്നത്? രണ്ടാമത്തെ കാരണം, സൃഷ്ടിപ്പാണ് ആയത്തുകൾ. ഇത് ഖുർആൻ നിരന്തരം പറയുന്നതാണ്. അള്ളാഹനെ നമുക്ക് കാണാൻ കഴിയില്ല, അള്ളാഹനെ കണ്ടെത്താനുള്ള വഴി അവൻ്റെ സൃഷ്ടിപ്പുകളാണ്. സൃഷ്ടിപ്പുകളെ നോക്കുമ്പോഴാണ് അള്ളാഹുവിനെ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു ഖുർആനിൽ അള്ളാഹിൻ്റെ എല്ലാ സൃഷ്ടിപ്പുകളെയും കുറിച്ച് പറയുന്നത് അത് ആയത്താണ്. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻസാണ്, ദൃഷ്ടാന്തങ്ങൾ, ഒന്നിലേക്ക് നയിക്കുന്നതാണ് സൃഷ്ടിപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ സൃഷ്ടിപ്പുകളെ കുറിച്ച് അള്ളാഹു പറയുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം, അത് നോക്കിയാലേ, അതിനെ കണ്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അള്ളാഹിനെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. നമുക്ക് അറിയുന്ന ആയത്താണ് സൂറ ആൽ ഇമ്രാനിൽ. ഈ ആയത്തിൽ എത്ര പ്രാവശ്യമാണ് ഹൽക്ക് എന്ന് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇന്ന ഫീ ഹൽക്കി സമാവാതി വൽ അർള്, ഞാൻ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതിലും, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വരുന്നതിലും, ആയാത്തിൽ ഉലിൽ അൽബാബ്, ബുദ്ധിമാന്മാർക്ക് എന്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട് എന്നാണ്. മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നല്ല, ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇനി ഈ ആയത്ത് പഠിക്കുമ്പോൾ വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് ഉപയോഗിക്കുന്നുണ്ടല്ലോ. എന്ന് വെച്ചാൽ എന്താണ്? രാത്രിയും പകലും ഇങ്ങനെ മാറി മാറി വരുന്നത് ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് ഖുർആന്റെ ഒരു വലിയ വിഷയമാണ്. ഖുർആൻ പറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ സൃഷ്ടിപ്പിലെ വൈവിധ്യം അള്ളാഹു ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ഫോക്കസ് അള്ളാഹിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. രാത്രി മാത്രമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ പോകും. രാത്രിയും പകലും മാറി മാറി വരുമ്പം ഒന്നും കൂടി എന്ത് ചെയ്യും, നമ്മൾ അട്രാക്റ്റഡ് ആവും, നമ്മൾ ഒന്നും കൂടി ആലോചിക്കും. സന്തോഷം മാത്രമുള്ളപ്പോൾ നമ്മളൊരു പ്രത്യേകതയില്ല, സന്തോഷം സങ്കടം വരുമ്പം നമ്മളൊന്ന് ഉണരും. നിങ്ങൾ സൃഷ്ടിപ്പിലെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വൈവിധ്യം കാണാൻ കഴിയും. സൂറ റൂമില് വമിൻ ആയാത്തിഹി, അള്ളാഹുവിനെ കണ്ടെത്തി തരുന്ന ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണ്, ഇനിയുള്ള പ്രയോഗം ശ്രദ്ധിക്കട്ട, ഹൽക്കു സമാവാതി വൽ അർള്, അവൻ എന്ത് ചെയ്തു, ആകാശങ്ങളെയും ഭൂമിയെയും ഉണ്ടാക്കി. അടുത്ത പ്രയോഗം വഖ്തിലാഫു അൽസിനത്തുക്കും വ അൽവാനിക്കും, നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസം എന്താണ്, ഒരായത്താണ് എന്നാണ്. എന്ന് വെച്ചാൽ ഭാഷ ഒന്നല്ല, ഭാഷ പലതും നിറങ്ങൾ പലതുമാകുന്നത് അള്ളാഹിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പൂവല്ല, ഒരു മഞ്ഞപ്പൂവല്ല ലോകത്തുള്ളത്, പല നിറങ്ങളിലുള്ള പല സുഗന്ധമുള്ള പൂക്കളാണ് നമ്മൾ എവിടെ പോയാലും. നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയിട്ടും നമ്മളെ അവനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും അള്ളാഹ് സെറ്റ് ചെയ്തിട്ടുള്ള സൗന്ദര്യമാണ് ഇതെല്ലാം. നിങ്ങൾ നോക്കുക, ആകാശത്തിന് ഒരേ ഭാവമല്ല, മഗ്രിബിനൊരു ഭാഗമാണ്, രാവിലെ ഒരു ഭാഗമാണ്. ചിന്തിക്കാൻ റെഡിയായ ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം പലതരം കാര്യങ്ങൾ എന്ത് ചെയ്യും, അവൻ അള്ളാഹുലേക്ക് ഫോക്കസ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ രണ്ടാമത് അള്ളാഹു ഹൽക്കിനെ കുറിച്ച് ഖുർആനിൽ പറയുന്നതിന്റെ കാരണം എന്താണ്? ഹൽക്ക് ആയത്താണ്, ആയത്തിലൂടെ അന്വേഷിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയുള്ളൂ. മൂന്നാമത് അള്ളാഹു എന്തിനാണ് അവൻ സൃഷ്ടിച്ചവനാണ് എന്ന് പറയുന്നതിന്റെ കാരണം, അള്ളാഹ് ഉണ്ട് എന്നതിൻ്റെ പ്രൂഫ് അവൻ്റെ സൃഷ്ടിപ്പാണ്. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു ഉണ്ട് എന്ന് ഖുർആൻ പ്രൂവ് ചെയ്യുന്ന സിസ്റ്റം ഇങ്ങനെയാണ്. നിങ്ങൾ ഭൂമിയിൽ നോക്കിയാൽ ഭൂമിക്ക് ഒരു അളവുണ്ട്, ഒരു കൃത്യതയുണ്ട്. അളവ് പ്രൂവ് ചെയ്യുന്നത് ആ അളവ് കൊടുത്ത ഒരാളുണ്ട് എന്നുള്ളതാണ്. അതിലൂടെ അള്ളാഹിനെ പ്രൂവ് ചെയ്യുന്നു. ഇത് ഖുർആന്റെ സ്ഥിരം ശൈലിയാണ്. എങ്ങനെയാണ് കാണാത്തൊരു ദൈവത്തെ ഖുർആൻ പ്രൂവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു പറയുന്നത് എന്താണ്, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുക, ഓരോന്നിനും ഒരു അളവുണ്ട്. ആ അളവുള്ളത് പ്രൂവ് ചെയ്യുന്നത് എന്താണ്, അളവ് കൊടുത്തവൻ ഒരാളുണ്ട്, ആ കൊടുത്തവനാണ് അള്ളാഹു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിപ്പ് ഈ പറയുന്നത് എന്ന് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ഖുർആനില് ഖലഖ സമാവാതി വൽ അർള ബിൽ ഹക്ക് എന്ന് പറയുന്നത്. ഖലഖ് ഉപയോഗിച്ചതിന്റെ കൂടെ ബിൽ ഹക്ക്, ഹക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉദ്ദേശപൂർവമാണ് അള്ളാഹു എന്ത് ചെയ്തത്, സൃഷ്ടിച്ചത് എന്ന് പറയുന്നത് ഇതിന്റെ കാരണമാണ് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ വിഷയം, ഹൽക്ക്. ഒരൊറ്റ വിഷയം കൂടി പറഞ്ഞാൽ നമുക്ക് പിന്നെ ഈ ആയത്തിന്റെ ഒരു പൂർണ്ണത കിട്ടും. ഒന്നാമത്തെ വിഷയം എന്താണ്, സൃഷ്ടിപ്പാണ്. സൃഷ്ടിപ്പ് പറയുന്നതിന്റെ 3 കാരണങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അതിന്റെ കൂടെ അള്ളാഹു പ്രയോഗിച്ചത് എന്താണ്, യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർള് എന്നാണ്.
അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ. ഓക്കെ, അത് നമുക്കുള്ളൊരു അറിവാണ്. നമ്മളാണ് നിലപാടെടുക്കേണ്ടത്. അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ നിലപാടെടുക്കണം. അതിന്റെ കൂടെ അള്ളാഹ് ചേർത്ത് വെക്കുന്ന എന്താണ്? യുസബ്ബിഹു ലഹു മാഫി സമാവാതി വൽ അർള്. നിങ്ങൾ എന്നിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടിപ്പുകളും അള്ളാഹ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചെയ്യുന്നുണ്ട്. തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ബീഹ് ചെയ്യാന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കലാണ് തസ്ബീഹ്. സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നത് അള്ളാഹിനെ അനുസരിക്കലാണ്. നിങ്ങളൊരു പൂവിനെ നോക്കിയാൽ ആ പൂവ് മുസ്ലിമാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആ പൂവ് സുജൂദ് ചെയ്യുന്നുണ്ട് എന്നും ഖുർആൻ പറയുന്നുണ്ട്. ആ പൂവ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നുണ്ട് എന്നും അള്ളാഹു പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് ചെയ്യുന്നത്? അത് ചെയ്യുന്നതിൻ്റെ രൂപം അത് അള്ളാഹിനെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ഇത് നമുക്ക് തരുന്ന പാഠം? നമുക്ക് തരുന്ന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹു ചോയ്സ് ഇല്ലാത്ത എല്ലാ സൃഷ്ടിപ്പുകളും സ്വാഭാവികമായിട്ട് തന്നെ എന്ത് ചെയ്യുന്നു? അള്ളാഹിനെ അനുസരിച്ചു കൊണ്ടേയിരിക്കുന്നു. അള്ളയാണ് അവരെയും സൃഷ്ടിച്ചത്, നമ്മളെയും സൃഷ്ടിച്ചത്. നമ്മളിൽ നിന്നും അള്ളാഹു പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ഈ സൃഷ്ടിപ്പിനെ ആലോചിക്കുകയും അള്ളാഹുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ. അതാണ് ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിലുള്ള ബന്ധം. അള്ളാഹു ഖാലിഖാണ്, അതോടൊപ്പം അള്ളാഹ് പറയുന്നത് എന്ത്? ഭൂമിയിലെ എല്ലാം എന്ത് ചെയ്യുന്നു? അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്യുന്നു എന്നുള്ളത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ സുജൂദിൽ എന്താ പറയുന്നത്? നമ്മൾ മുന്നേ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിത് മനസ്സിലാക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സുജൂദിൽ എന്താ പറയുന്നത്? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നാണ് പറയുന്നത്. ഈ രണ്ടും എന്താണ്? അള്ളാഹുവിനെ സമ്മതിച്ചു കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിപൂർണനാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സൃഷ്ടിപ്പിന്റെ മികവ് നമ്മൾ സമ്മതിച്ചിട്ട് അവനെ സ്തുതിക്കുകയാണ്. ഈ രണ്ടും പറയുന്ന പൊസിഷൻ ഏതാണ്? സുജൂദാണ്, റുക്കുവാണ്. അള്ളാഹ്ക്ക് പരിപൂർണമായി വണങ്ങിക്കൊണ്ടാണ്. ഇതേ സാധനമാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ആകാശവും പൂവും ഒക്കെ ചെയ്യുന്നു എന്ന് പഠിപ്പിക്കുന്നത്. ഇത് നമ്മളെ പ്രാക്ടീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്യുന്നത്? നമസ്കാരം നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്ന് കാണാൻ പറ്റും. ഇനി ഇത് രണ്ട് പ്രയോഗങ്ങളുടെ കണക്ഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഈ 3 ആയത്തും നമ്മൾ എടുത്താൽ ആദ്യത്തെ 2 ആയത്ത് എങ്ങനെ തുടങ്ങുന്നത്? ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു. 3-ാമത്തെ ആയത്തിൽ എന്തില്ല? ലാ ഇലാഹ ഇല്ല, ഹു എന്നില്ല, ഉവല്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ലാ ഇലാഹ ഇല്ല. എന്തുകൊണ്ടാണ്? ഈ 3 ആയത്തുകൾക്കും 2 ലക്ഷ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പഠിച്ചിരുന്നു. 1-ാമത്തെ ലക്ഷ്യമാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. എന്താണ്? ഷിർക്ക് ചെയ്യരുത് എന്നുള്ളത്. കഴിഞ്ഞ ആയത്തിന്റെ അവസാനം അതായിരുന്നു. എന്താണ്? നിങ്ങൾ ഷിർക്ക് ചെയ്യുന്നതിൽ നിന്നും ഉയർന്നവനാണ് അള്ളാഹു. ആ ഷിർക്ക് പറയുന്നിടത്താണ് എന്ത് പറയുന്നത്? ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലാഹു എന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഷിർക്ക് ചെയ്യുക. ഇവിടെ എന്താണ് ഉദ്ദേശം? ഇവിടെ അള്ളാഹു ആണ് സൃഷ്ടിച്ചവൻ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? എല്ലാ പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറയാനാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യാത്തത്? അവിടെ ലാ ഇലാഹ ഇല്ലാഹു എന്ന് പ്രയോഗിക്കാത്തത് എന്ന് കാണാൻ പറ്റും. അവസാനം ഈ ആയത്ത് അവസാനിക്കുന്നത് എന്ത് പറഞ്ഞുകൊണ്ടാണ്? അൽ അസീസ് അൽ ഹക്കീം എന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾ ഖുർആനിൽ അസീസും ഹക്കീമും ഒരുമിച്ച് പ്രയോഗിച്ച ഇടങ്ങൾ നോക്കിയാൽ പ്രപഞ്ചം തസ്ബീഹ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ഭൂരിപക്ഷം ഇടങ്ങളിലും അത് അവസാനിക്കുന്നത് അസീസും ഹക്കീമുമാണ് അള്ളാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിനെ മറികടക്കാൻ കഴിയില്ല എന്നാണ്. ഹക്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹു വിവേകമുള്ളവനാണ് എന്നുള്ളതാണ്. ഇതും പ്രപഞ്ചം മൊത്തം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു എന്നതും തമ്മിൽ എന്താണ് ബന്ധം? പ്രപഞ്ചത്തിന് ഒരിക്കലും അള്ളാഹിനെ മറികടക്കാൻ കഴിയുകയില്ല. അള്ളാഹിന്റെ നിയമങ്ങളുടെയും അള്ളാഹിന്റെ പരിധിക്കും അള്ളാഹു എന്ന അൽ അസീസിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? മറികടക്കാൻ കഴിയില്ല എന്നതാണ് അത് തമ്മിലുള്ള 1-ാമത്തെ കണക്ഷൻ. അള്ളാഹു അൽ ഹക്കീമാണ് എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? അള്ളാഹിന്റെ വിവേകത്തിന്റെ ഭാഗമാണ് ഈ സെറ്റിങ് എല്ലാം. സൂര്യന്റെ അളവും സൂര്യന്റെ ചൂടും നമ്മുടെ ശരീരത്തിന്റെ ഘടനയും ഒക്കെ എന്താണ്? അള്ളാഹിന്റെ ഹിക്മത്തിന്റെ ഭാഗം കൂടിയാണ് എന്നുള്ളത് പഠിപ്പിക്കാനാണ് അള്ളാഹു അത് പറയുന്നത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ വളരെ സുന്ദരമായിട്ട് ഒരായത്തിൽ കുറച്ച് വാക്കുകളേ ഉള്ളൂ, പക്ഷെ പ്രപഞ്ചത്തോളം വിശാലമായിട്ടുള്ള ആശയങ്ങൾ തരുന്നതാണ്. അള്ളാഹു അൽ ഖാലിഖാണ് എന്ന് മനസ്സിലാക്കുന്നിടത്തു നിന്നായിരിക്കണം യഥാർത്ഥത്തിൽ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ അള്ളാഹു അൽ അലീമാണ് എന്നതൊക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്ന ചിന്ത നിങ്ങളൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് ഒന്ന് മനസ്സിരുത്തി ഒന്ന് ആലോചിച്ച് പോയി കഴിഞ്ഞാൽ
നമ്മളും വല്ലാണ്ട് നിസ്സാരത നമുക്ക് ഫീൽ ചെയ്യും, നമുക്ക് വിനയം ഫീൽ ചെയ്യും. നമുക്ക് ലോകത്ത് വലിയ സംഭവങ്ങൾ നടന്നാലും ഇതൊക്കെ ഒരു സൃഷ്ടിപ്പിൻ്റെ ഒരാളുടെ നിയന്ത്രണത്തിൻ്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് കുറേ കൂടെ എന്ത് ചെയ്യും, കുറേ കൂടെ പിന്നെ അതിനെ വളരെ കുറേ കൂടെ കൃത്യതയോടുകൂടി നമുക്കതിനെ നോക്കിക്കാണാൻ കഴിയും. അള്ളാഹു നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവൻ അവനെന്ന സൃഷ്ടാവിനെ മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരുമാറാകട്ടെ. അള്ളാഹു ഗസയിലെ ജനങ്ങൾക്ക് സഹായവും ആർജവും ധൈര്യവും ഒക്കെ ധാരാളമായി നൽകുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.